ഹായ് ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാനും പറഞ്ഞില്ലായിരുന്നോ? അത് പാസ്സായിട്ടോ. ആക്ച്വലി എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ട്രെയിനിങ് പോകാൻ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാതൊന്നും എടുത്തില്ല എന്നുള്ളൂ. ഇന്ന് മാറ്റി പുതിയ മൈജിയുടെ ഷോറൂം തുറക്കുകയാണ്. കുറച്ചാളത്തേക്ക് എൻ്റെ ഡ്യൂട്ടി അവിടെയാണ്. എൻ്റെ ഇപ്പം ട്രെയിനിങ് ഉണ്ടായിരുന്ന വയനാട്ടവൻ. ഇനാഗ്രേഷനോടെ രാവിലെ തന്നെ ഭയങ്കര പരിപാടിയായിരുന്നു. പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരെ ചായ കുടിക്കാൻ പോയി. സ്റ്റാഫുകൾക്കുള്ള ഫുഡ് മൈജിയുടെ വകയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ സ്വന്തം അഖിലേട്ടൻ, ഞങ്ങളുടെ TL ആണ് കേട്ടോ. ഈ ചേട്ടൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾക്ക് ഇത്ര ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. ആൾ ഭയങ്കര പാവമാണ്. അതുപോലെ ട്രെയിനിങ് സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇത് ആദിത്യ. ഞങ്ങൾക്ക് കോതംകുളത്തെ മൈജിയിലായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇതെൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടുപേരും അഭിനയിക്കുന്നതാണ്. ഇനാഗ്രേഷനായിട്ട് യൂണിഫോം നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അഖിലേട്ടൻ ഏതോ ചേരാത്തൊരു യൂണിഫോം വന്നിട്ടുണ്ട്. പിന്നെ ഉദ്ഘാടനം ചെയ്ത ഭാവനയാണ് കേട്ടോ. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റീനെ നേരിട്ട് കണ്ടു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൈജിലുള്ള ഒരു പൂരപ്പറമ്പായിരുന്നു. ചേരാത്ത യൂണിഫോം ആണെങ്കിലും അത് ഇട്ടോ മണിയെന്ന് അഖിലേട്ടൻ പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും വീട്ടിലേക്ക് പോയി TV എടുത്തു. പൂരപ്പറമ്പായതുകൊണ്ട് TV മേടിക്കാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ വീട്ടിലേക്ക് ഒരു സ്വന്തം TV മേടിച്ചിട്ട് അതിലിരുന്ന് കളിയാണെന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം സഫലമായി. ഇന്ന് വീട്ടിൽ വേറൊരു ഗസ്റ്റ് ഉണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം ചെയ്തു കുഞ്ഞ്. പുള്ളി വന്നാൽ പിന്നെ എൻ്റെ റൂമിൽ പുള്ളി അങ്ങ് എടുക്കും, ഞാൻ പുറത്തേക്ക് കിടന്നോളാം. അതാണ് ഇവിടുത്തെ റൂള്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നിൽക്കാനും വീട്ടിൽ വന്നു. എനിക്ക് ഒരു ലോഡ് പലഹാരം കൊണ്ട് അടക്കം വന്നത്. കറക്റ്റ് പലഹാരമൊക്കെ തീർന്നിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കാലിയായിരുന്നു എൻ്റെ പലഹാരം വെക്കിട്ട് പിന്നെയും നിറച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.